കാരണം ഇന്നിപ്പം ഞാൻ പോകുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളെ തകഴി മട വീഴുന്നു. ഈ ഇപ്പം ചമ്പക്കുളം നമ്മുടെ ക്യാമ്പുണ്ട്, പോരുക്കര സ്കൂളിൽ, അവിടെ മട വീണിട്ട് ആ ക്യാമ്പിലോട്ട് വെള്ളം കയറുന്നു പറഞ്ഞ് ഇപ്പം വിളിച്ചു. കാരണം അപ്പോൾ അവിടെ നിന്ന് അവരെ ഷിഫ്റ്റ് ചെയ്യണം. കുറച്ച് പേരെ നമുക്ക് മിക്കവാറും ആലപ്പുഴയിലൊക്കെ മാറ്റേണ്ട അവസ്ഥ വരും. കാരണം അവിടെ ക്യാമ്പുകളിൽ വെള്ളം കയറുന്നതനുസരിച്ച് അത് മാത്രമല്ല, ഏറ്റവും നമ്മൾ പ്രയാസപ്പെടുന്നത് നമ്മുടെ ഈ ആൾക്കാർക്ക്. കാരണം താഴെയുള്ള ടോയ്ലറ്റിലെ അഴുക്കെല്ലാം പുറത്തോട്ട് വരികയും മുകളിൽ പോലും പോയി ഉപയോഗിക്കാൻ പറ്റാത്ത വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇത് കാലങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ ഇതിനെ നിരാകരിച്ച് മാറ്റിയിട്ടേക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഒരു മാറ്റമുണ്ടാവണം. ഇതിന് ആരെങ്കിലും ഒരാളിനെ എവിടെയെങ്കിലും നമുക്ക് കുറ്റം പറയാൻ പോയിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ചെയ്ത് തീർത്ത് ഇതിന് മാറ്റമുണ്ടാക്കിയേ പറ്റൂ. കുട്ടനാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ മണ്ഡലം കുട്ടനാടാണ്. പക്ഷെ അവിടേക്ക് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും കാണുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറ്റു പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ കുട്ടനാട്ടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ്. അത് MLA യുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? അങ്ങനെ ആയിരിക്കില്ല, എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. കാരണം പറയാൻ ഇങ്ങനെ, കാരണം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടില് വീടുകളെല്ലാം, ഒരു വീടുമില്ല വെള്ളം കയറാത്ത. കാരണം എല്ലാവരും, കാരണം കുട്ടനാട് നമ്മൾ ഇന്ത്യൻ നമ്മുടെ ക്യാമ്പിൽ ആൾ കുറവായിരിക്കും, പക്ഷേ കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ഇന്നലെ ലോറിയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അതേ കൂട്ട് വെള്ളം പൊങ്ങുന്ന കാണുമ്പോഴേ അവർ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. കാരണം വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. അങ്ങനെ എല്ലാവരും പലായനം ചെയ്ത് പുറത്ത് പോയി താമസിക്കുക. കാരണം ചങ്ങനാശ്ശേരി, തിരുവല്ല, എറണാകുളം, ഇന്നലെ കുടുംബങ്ങളെ എറണാകുളത്ത് മക്കളുടെ ഒക്കെ കയറി പോകുന്നവരുണ്ട്. അവരിട്ടുകൊണ്ട് വരുന്ന നൈറ്റിയും കൈലി കൊടുത്തോണ്ടാണ് അവർ പോകുന്നത്. കാരണം അവരുടെ എല്ലാം നനഞ്ഞ് പോയി, ഒരു ഡ്രസ്സും വേറെ എടുക്കാൻ പോലും ഇല്ല. വളരെ വലിയൊരു അവസ്ഥയാണ് കുട്ടനാട്ടില്. ഇത്രയും വലിയ പ്രതിസന്ധികളെ കുട്ടനാട് MLA വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ റവന്യൂ മന്ത്രിയെ ഫോണിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാഹചര്യമാണ്. ഞാനിപ്പോൾ രാവിലെ പലവട്ടം കണ്ടു. ഇന്നലെയൊന്നും നമുക്ക് എന്നെ കൊണ്ട് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നത് കൊണ്ട് അത്ര ഒരു നിർബന്ധം ഞാൻ കൊടുത്തില്ല. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ലിജു നമ്മുടെ ചാർജുള്ള മന്ത്രിയെയും വിളിച്ചു. അവരിപ്പം ക്യാബിനറ്റ് മീറ്റിംഗിലോട്ട് കയറുന്നു. അതിരാവിലെ കിട്ടിയില്ല. അതിപ്പം മീറ്റിംഗിൽ കയറി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയ ഉടനെ എന്നെ തിരിച്ചു വിളിക്കണം. കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ ഇപ്പം, കാരണം ഈ നമുക്ക് എന്താണോ ഇപ്പൊ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജില്ലയിലെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നോട് പുള്ളി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അങ്ങനെയും ഒരു ഇതുണ്ട്. കാരണം ആരും വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവരോട് ഞാൻ പറഞ്ഞു, ഞാനുണ്ട്, ഞാൻ എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും എത്തുന്നുണ്ട്. അത് റോഡിൽ കൂടെ പോകാൻ പറ്റുന്നിടത്ത് റോഡിൽ കൂടെ പോകുന്നുണ്ട്, വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുന്നിടത്ത് എല്ലാ റിസ്ക്കും എടുത്ത് ഇന്നലെ നിങ്ങൾ കണ്ടതാണ്. നമ്മളെല്ലാവരും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം അത് ഭയങ്കര ഒഴുക്കുള്ള, അവിടെ എന്തെങ്കിലും സംബന്ധിച്ച് നമ്മളെ ആരും ഒരുത്തരെയും കിട്ടത്തില്ലായിരുന്നു. കാരണം അത്ര ഒരു സ്ഥലമായിരുന്നു അത്.